ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം സർ. ഇന്ന് വളരെ നിർണായകമായ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ് ഇസ്ലാമാബാദിൽ. നമ്മളിതിനെ എങ്ങനെ വേണം കാണാൻ? ഈ ഒരു സമാധാന ചർച്ചയിലേക്ക് ഇത് പോകാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതീവ നിർണായകമായ ചർച്ചകൾ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുകയാണ്. പാകിസ്ഥാൻ ആതിഥ്യം നൽകുന്ന അതീവ സുരക്ഷാ മേഖലയാണ് ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ സെറീന ഹോട്ടൽ കോംപ്ലക്സിൽ വെച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. അതിന്റെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ആയിരുന്നു മുൻപ് ഇറാൻ പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നത്. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റായ മജ്ലിസിന്റെ സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖലീബഫ് ആണ് അതിന്റെ ചർച്ചാ സംഘത്തെ നയിക്കുന്നത്. അതൊരു ചെറിയ വ്യത്യാസമാണ്. അമേരിക്കൻ ചർച്ചാ സംഘത്തെ മുൻപ് നയിച്ചിരുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യ ഏജന്റ് സ്റ്റീവ് വിറ്റ്കോഫും ജാറഡ് കുഷ്ണർ, ട്രംപിന്റെ മരുമകനായ ജാറഡ് കുഷ്ണറുമാണ്. അവര് ഈ സംഘത്തിലുണ്ടാവും, അമേരിക്കൻ പ്രതിനിധി സംഘത്തിലുണ്ടാവും. പക്ഷേ ആ സംഘത്തെ നയിക്കുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് റണ്ണിംഗ് മേറ്റ് കൂടിയായിരുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. പൊതുവെ ഒരു മിതവാദ പശ്ചാത്തലമുള്ള JD വാൻസിനെ ചർച്ചയ്ക്കായി നിയോഗിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ചയെ കാണുക എന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. കാരണം അമേരിക്ക ഉദ്ദേശിച്ച രീതിയിലല്ല യുദ്ധം മുന്നോട്ട് പോയത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച മുഖം രക്ഷിക്കുക എന്നത് അമേരിക്കയുടെ ഒരു പദ്ധതി കൂടിയാണ്. എന്നാൽ പൂർണ്ണമായി ഇറാന്റെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങി എന്ന് വരാനും പാടില്ല. ഇറാന്റെ പത്തിന നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് പൊതുവെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പല നിർദ്ദേശങ്ങളുമുണ്ട്. ഇവിടെ ഇറാന്റെ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക വിമാനത്തിലാണ്. ആ വിമാനത്തിൽ പ്രതിനിധി സംഘാംഗങ്ങൾ കുറവാണെങ്കിലും ആ പ്രതിനിധി സംഘാംഗങ്ങളുടെ ഒഴിഞ്ഞ സീറ്റുകളിൽ, അതായത് വിമാനം വലിയൊരു വിമാനമാണ്, അതിന്റെ ഒഴിഞ്ഞ സീറ്റുകളിൽ ഇറാനിൽ കൊല്ലപ്പെട്ട കുട്ടികൾ, പ്രത്യേകിച്ച് മിനാബിൽ യുദ്ധത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട 165 കുട്ടികളുണ്ട്. അമേരിക്കൻ ആക്രമണത്തിൽ ഈ 165 ജീവൻ പൊലിഞ്ഞു. ആ കുട്ടികളുടെ, കൊച്ചുകുട്ടികളുടെ ചിത്രങ്ങളാണ് ആ സീറ്റുകളിലെല്ലാം. ഓരോ സീറ്റിലും ഓരോ കുട്ടിയുടെയും ചിത്രമാണ്. അതോടൊപ്പം തന്നെ അവരുപയോഗിച്ചിരുന്ന ബാഗുകളും എക്യുപ്മെന്റ്സും എല്ലാം തന്നെ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് ഇറാൻ സംഘം ഒരു വൈകാരികമായി തന്നെയാണ് ഈ വിഷയത്തെ, ഈ ചർച്ചയെ തന്നെ സമീപിക്കുന്നത്. ഇറാൻ 10 ഇന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ സേനാ താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് അവിടുന്ന് മാറ്റുക, അത് അവസാനിപ്പിക്കുക, അടച്ചുപൂട്ടുക. ഒരിക്കലും അമേരിക്കയ്ക്ക് സ്വീകരിക്കാവുന്ന ഒരു നിർദ്ദേശമല്ല. ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്നാണ് ഇറാൻ അവകാശപ്പെട്ടിരുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. ഹോർമൂസിന് മേൽ ഇറാന് ഒരു ഏകദേശ നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിലും കപ്പലുകൾ തടഞ്ഞു നിർത്തി ചുങ്കം പിരിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു രീതി വന്നിരിക്കുന്നു. അത് സ്ഥിരീകരിക്കണം എന്ന ഇറാന്റെ ആവശ്യം, അതിൽ തട്ടി ചർച്ചകൾ മുടങ്ങുമോ എന്ന ആശങ്ക വളരെ പ്രബലമാണ്. ഫോഴ്സ് ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച്, സമ്മർദ്ദം ഉപയോഗിച്ച് ഹോർമോസ് തുറക്കുന്നത് ബുദ്ധിപരമായിരിക്കില്ല എന്ന അമേരിക്കയുടെ ഒരു നിഗമനമാണ് യഥാർത്ഥത്തിൽ ചർച്ചയിലേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല, കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ പോലും അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. കരയുദ്ധത്തിൽ വലിയ ആൾനാശമുണ്ടാകും അമേരിക്കൻ പക്ഷത്ത്. ഈ ചിന്തയിൽ നിന്നുകൊണ്ടാണ് ചർച്ചകൾക്ക് വഴി ഒരുക്കിയതും ചർച്ചകളിലേക്ക് നീങ്ങിയതും. അതുകൊണ്ടാണ്. അതുപോലെ ഏറ്റവും കാതലായ വിഷയം, അമേരിക്ക ആഗ്രഹിക്കുന്ന ഏറ്റവും കാതലായ വിഷയം, ഇറാൻ ആണവശക്തി ഉണ്ടാകുന്നില്ല, സൈനികപരമായി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വെപ്പണൈസിംഗ് കേപ്പബിലിറ്റി ഇറാൻ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ്. അതേക്കുറിച്ച് ഇറാൻ കാര്യമായി ഒന്നും പറയുന്നില്ല. ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അത് ആണവ ആയുധ നിർമ്മാണം ഒരിക്കലും ഇറാന്റെ അജണ്ടയിലായിരുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ആ ചോദ്യം തന്നെ പ്രസക്തമല്ല എന്ന നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അതുപോലെ ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച് യാതൊന്നും സൂചിപ്പിക്കുന്നില്ല ഈ ഇറാന്റെ 10 പദ്ധതിയിൽ. അതേപോലെ ഇറാൻ ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ള ഇറാൻ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായ ആക്രമണം അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചർച്ച വഴിമുട്ടി നിൽക്കാൻ പോലും ഇസ്രായേലിന്റെ ലെബനനിലേക്കുള്ള ആക്രമണം കാരണമാകുമോ എന്ന സംശയം ന്യായമായി ഉന്നയിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഹോർമോസ് തുറക്കും എന്നത് ഇറാൻ പൂർണ്ണമായി ആ രീതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല. ഹോർമോസ് ഇപ്പോഴും ഭാഗികമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ആക്രമണം തുടരുന്നു. ലെബനനിൽ ഇസ്രായേലി ആക്രമണം തുടരുന്നു. അതൊരു കീറാമുട്ടിയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ചർച്ചകളിൽ പങ്കാളി അല്ല എന്നതും ഇവിടെ പ്രസ്താവയോഗ്യമാണ്. കാരണം ഇസ്രായേലിനെ കോൺഫിഡൻസിൽ എടുക്കാതെ എങ്ങനെയാണ് അന്തിമമായ കരാറിൽ ഏർപ്പെടുക? ഏതായാലും കരാർ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി 2 ഘട്ടങ്ങളിലായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ മധ്യസ്ഥത വഹിച്ച
തുർക്കിയും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഈ ഇറാന്റെ പ്രതിനിധികൾ ആദ്യം സംസാരിക്കുകയും അമേരിക്കൻ പ്രതിനിധികൾ സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നേരിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നത്. അപ്പോഴും നേരിട്ടുള്ള ചർച്ചകളായിരിക്കില്ല. വെവ്വേറെ മുറികളിൽ, അടച്ചിട്ട വെവ്വേറെ മുറികളിൽ പാകിസ്ഥാൻ പ്രതിനിധികളുമായി, പ്രത്യേകിച്ച് ഇഷാഖ് ദർ അവിടെയുണ്ട്, പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയാണ്, പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്. തീർച്ചയായും വലിയ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിലാണ് ആ ചർച്ചകൾ ഭാഗികമായെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു ടീം കൂടെയുണ്ട്. ഇറാന്റെ പ്രതിനിധി സംഘത്തിൽ ഇറാന്റെ സാമ്പത്തിക മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നയരൂപീകരണ സമിതിയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊരു ഫൈനാൻഷ്യൽ ബാറ്റിൽ കൂടിയാണ്. ഇറാൻ തകർന്നടിഞ്ഞ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കണം. അതുകൊണ്ട് ചർച്ചകളിൽ എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു പ്രതീക്ഷയാണ്, ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ ഇറാനെതിരെയുള്ള ഉപരോധം ആദ്യം അവസാനിപ്പിക്കണം. ഇറാന്റെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ സാധിക്കണം. ഇറാൻ നഷ്ടപരിഹാരം, ആ രൂപത്തിൽ നഷ്ടപരിഹാരം എന്നൊരു ഫോർമുലയിലേക്ക് എത്താം. അല്ലാതെ ടോൾ പിരിച്ചുകൊണ്ട് അത് നഷ്ടപരിഹാരമായി കണക്കാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഒക്കെ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇറാൻ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. വലിയ രീതിയിൽ പ്രകൃതിവാതകമുണ്ട്, ഹൈഡ്രോ കാർബൺ റിസർവ്സ് ഉണ്ട്. ഉത്പാദനക്ഷമത കൂടുകയാണെങ്കിൽ ഇറാന്റെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ സുഗമമായ ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റെസ്പോൺസിബിളായി ഇറാന് കാര്യങ്ങളെ കാണാൻ കഴിയും. അതിനുള്ള ഉപരോധം ലിഫ്റ്റ് ചെയ്യുക എന്ന ഒരു നിലപാട്, അതിലേക്ക് വരാൻ സാധിച്ചാൽ തന്നെ ചർച്ചകൾ ഭാഗികമായി വിജയിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉപരോധമൊക്കെ വരുന്നത് യുദ്ധത്തിന് വളരെ മുൻപാണ്. അപ്പൊ യുദ്ധത്തിന് വളരെ മുൻപുണ്ടായിരുന്ന സമാധാനത്തിന്റെ സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ ബാക്ക് ഡേറ്റ് ഇട്ടുകൊണ്ട് ആ കാര്യങ്ങൾ പൂർവാധികം പഴയ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയണം. അപ്പോൾ ഉപരോധമാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്കും വലിയ ബിൽഡപ്പിലേക്കും ഒക്കെ നയിച്ചത് എങ്കിൽ ആ ഫണ്ടമെന്റൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മേഖല മുഴുവൻ സുരക്ഷിതമാകണമെങ്കിൽ മേഖലയിലെ അടിസ്ഥാന വിഷയമായ പലസ്തീനിയൻ കോസ് അഡ്രസ് ചെയ്യപ്പെടണം. അത് ഈ ചർച്ചയുടെ ഭാഗമായി വരാൻ ഒരു പക്ഷേ സാധ്യതയില്ല. അതുകൂടി ഇതിന്റെ ഭാഗമായി അന്തിമമായി വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ. അതുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയും എന്നാൽ ചില ആശങ്കകളോടെയുമാണ് ഇപ്പോൾ ഈ ചർച്ചകളെ ലോകം കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.